നീല ട്രോളി വിവാദം ഷാനിമോൾ ഉസ്മാന്റെ മൊഴിയെടുത്ത് പോലീസ്. നിയമപരമായി കേസുമായി മുന്നോട്ട് പോകുമെന്ന് ഷാനിമോൾ ഉസ്മാൻ. അതായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നവംബർ മാസം 5-ാം തീയതി അർദ്ധരാത്രിയിൽ, അതായത് 6-ാം തീയതി വെളുപ്പിനെയാണ് ഞാൻ താമസിച്ചിരുന്ന KPM ഹോട്ടലിലേക്ക് പോലീസുകാർ നിയമവിരുദ്ധമായിട്ട് ചട്ടവിരുദ്ധമായിട്ട് കടന്നു കയറിയ ഒരു സംഭവം എല്ലാവർക്കും അറിയുന്നതാണ്. നവംബർ 7-ാം തീയതി തന്നെ ഞങ്ങളത് പരാതി നൽകിയിരുന്നു. എന്നെ മാത്രമല്ല, രാഷ്ട്രീയകാര്യ സമിതി അംഗമായിട്ടുള്ള അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയുടെ റൂമിലും ഇതുപോലെ വനിതാ പോലീസ് ഇല്ലാതെ, സെർച്ച് വാറണ്ട് ഇല്ലാതെ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രതിനിധികളില്ലാതെ, ഐഡൻറ്റിറ്റി കാർഡില്ലാതെ കടന്നു കയറിയത് വലിയ വാർത്തയായതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ, ഒരു പൊതുപ്രവർത്തക എന്നുള്ള നിലയിൽ എൻ്റെ സ്വകാര്യമായിട്ടുള്ള എൻ്റെ ജീവിതത്തിലേക്കുള്ള ഒരു കടന്നുകയറ്റമായി നമ്മൾ അന്ന് തന്നെ അതിനെ പറ്റി പറഞ്ഞിട്ടുള്ളതാണ്. ഇത് സംബന്ധിച്ച് നവംബർ മാസം 7-ാം തീയതി തന്നെ സംസ്ഥാന DGPക്ക് ഞങ്ങൾ പരാതി നൽകിയിരുന്നതാണ്. ഇപ്പോൾ 1 മാസക്കാലമാകുന്നു. സാധാരണഗതിയിൽ ഇത്തരമൊരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിൽ FIR ഇടേണ്ടതാണ്. ഇത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും മിഴി തുറന്ന് ഇരുന്ന് കണ്ട ഒരു പാതിരാ നാടകമാണ്. കേരളത്തിലെ മുഴുവൻ ചാനലുകളുടെയും ക്യാമറ കണ്ണുകളിൽ പകർത്തിയെടുത്ത ഒരു വിഷയമാണ്. അപ്പോൾ ഇവിടെ പൊതുപ്രവർത്തക എന്നുള്ള നിലയിൽ എനിക്കുണ്ടായിട്ടുള്ള വലിയ അപമാനം, ഞാൻ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന മുറിയിലേക്ക് കടന്നു വരാൻ യാതൊരു നിയമപരമായിട്ടുള്ള യാതൊരു അധികാരവുമില്ലാത്ത പോലീസ് കാണിച്ചിട്ടുള്ള ആ നാടകം കൃത്യമായി CPMൻ്റെയും BJPയുടെയും നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ നീല ട്രോളി വിവാദത്തിൽ കോൺഗ്രസ് വനിതാ നേതാവും മുൻ MLAയുമായ ഷാനിമോൾ ഉസ്മാന്റെ വീട്ടിലെത്തി പോലീസ് മൊഴിയെടുത്തു. പാലക്കാട് സൗത്ത് CI C ഐശ്വര്യയുടെ നേതൃത്വത്തിലുള്ള 4-അംഗ സംഘമാണ് മൊഴിയെടുത്തത്. ചോദ്യം ചെയ്യൽ 3/4 മണിക്കൂറോളം നീണ്ടുനിന്നു. സ്ത്രീത്വത്തെ അപമാനിച്ച വിഷയത്തിൽ കേസുമായി മുന്നോട്ട് പോകുമെന്ന് ഷാനിമോൾ ഉസ്മാൻ പ്രതികരിച്ചു. പ്രതീക്ഷയില്ല. കാരണം നിയമപുസ്തകം വായിച്ചിട്ടും സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടുമാണെങ്കിൽ ഇങ്ങനെ വന്ന് റൂമിലേക്ക് കയറില്ലല്ലോ. ഈ 1 മാസം കഴിഞ്ഞല്ലല്ലോ വരേണ്ടത്. പക്ഷേ പോലീസിൽ നമ്മൾ കൊടുത്ത പരാതിയിൽ സഹകരിക്കേണ്ടത് അത് ധാർമ്മികമായി എൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ മൊഴിയെടുപ്പിൽ നമ്മൾ സഹകരിക്കുന്നത്. അപ്പോൾ അതിന് ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നേതൃത്വവുമായി ആലോചിച്ച്, ഞങ്ങളുടെ സംഘവുമായി ആലോചിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകും. എല്ലാ ക്യാമറകളുടെയും കണ്ണുകളിൽ കൃത്യമായിട്ട് പകർത്തിയിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അവിടെ നടന്ന ഓരോ സംഭവവും അതുകൊണ്ട് അത്ര സുതാര്യമായിട്ടുള്ള കാര്യങ്ങളുമാണ്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. കാരണം ഇനി നാളെയും സ്ത്രീകൾക്ക് പൊതുരംഗത്തേക്ക് വരേണ്ടതായിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി വലിയ വാദം ഉന്നയിക്കുന്ന നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷ സംഘടനകളുടെ വനിതാ നേതാക്കന്മാരും മന്ത്രിമാരും അടക്കമുള്ളവർ അതിനകത്ത് ഒരു വാക്കുപോലും പ്രതികരിച്ചില്ല, പ്രതിഷേധിച്ചില്ല എന്നുള്ളത് നമ്മളെ അതിശയിപ്പിക്കുകയാണ്.